ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡ് അപ്പ്. നമ്മൾ നോക്കാൻ പോകുന്ന ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ് കൊടുക്കുന്നത് സൈക്കോസിസ് ഉള്ള പേഷ്യൻസിനോ മെന്റൽ ഇൽനെസ് ഉള്ള പേഷ്യൻസിനോ ആണ്. സോ ബേസിക്കലി സെഡേഷൻ കൊടുക്കും, ഉറക്കം ഇൻഡ്യൂസ് ചെയ്യില്ല. രണ്ടാമത്തത് അവരുടെ CNS ആക്ടിവിറ്റി കുറയ്ക്കുന്നു, അവരുടെ ആങ്സൈറ്റി കുറയ്ക്കുന്നു. ഇതൊക്കെയാണ് നോർമലി ആൻറ്റി സൈക്കോട്ടിക് ഏജൻസുകൾ ചെയ്യാറുള്ളത്. ഇതെൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഫീനോതൈസീൻസ് ആണ്. എക്സാമ്പിൾ പ്രൊമാസിൻ ഹൈഡ്രോക്ലോറൈഡ് ആൻഡ് ക്ലോർപ്രൊമാസിൻ ഹൈഡ്രോക്ലോറൈഡ്. സോ ക്ലോർപ്രൊമാസിൻ ഹൈഡ്രോക്ലോറൈഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ ഫീനോതൈസീൻസിൻ്റെ SARും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ട്രൈഫ്ലൂറോപ്രൊമാസിൻ, ടൈഓറഡസൈൻ ഹൈഡ്രോക്ലോറൈഡ്, prochlorpromazine malate and trifluprasin hydrochloride. So next is ring analog of phenothiazines ആണ്. Phenothiazines റിംഗ് അനലോഗ്സുകളാണ് കേട്ടോ. സോ ക്ലോർപ്രോതക്സീൻ, തയോതിക്സീൻ, ലോക്സാപൈൻ, സക്സിനേറ്റ് ആൻഡ് ക്ലോസാപൈൻ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലൂറോബ്യൂട്ടറോഫിനോൺസ് ആണ്. ഹാലോപിരിഡോൾ, ഡ്രോംപിരിഡോൾ, റെസ്പിരിഡോൺ. നെക്സ്റ്റ് വൺ ഈസ് ബീറ്റ അമിനോ കീറ്റോൺസ്, മോളിൻഡോൺ ഹൈഡ്രോക്ലോറൈഡ്. നെക്സ്റ്റ് വൺ ഈസ് ബെൻസാമൈറ്റ്സ് ആണ്, സൾഫറൈഡ് ആണ്. സോ ബേസിക്കലി ഇതിന് ഇമ്പോർട്ടൻ്റ് ഉള്ളത് SARും നമ്മുടെ ക്ലോർപ്രൊമാസിൻ ഹൈഡ്രോക്ലോറൈഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SAR നിങ്ങൾക്ക് ഒരു 4-5 പേജ് വരുന്നുണ്ട്. സോ ലാസ്റ്റ് ഞാൻ സമ്മറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. സോ ഫീനോതൈസീൻ നമുക്ക് ജനറൽ സ്ട്രക്ചർ നോക്കിയാലോ. സോ ഇതാണ് നമ്മുടെ ഫീനോതൈസീൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ദ ന്യൂറോലെപ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ഫീനോതൈസിൻ മേ ബി അഫക്റ്റഡ് ബൈ ഫോളോയിങ്. ഇതാണ് ബേസിക് സ്ട്രക്ചർ. ഈ ബേസിക് സ്ട്രക്ചറുകളിൽ പല ആക്ടിവിറ്റികളിൽ ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വരിക നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് ദ നാച്ചർ ഓഫ് ദ ചെയിൻ ഇൻ ദ പൊസിഷൻ N10. സോ N10ൽ വരുന്ന പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് മാത്രമല്ല നാച്ചർ ഓഫ് അമിനോ ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ സെക്കൻഡ് പൊസിഷൻ, ഈ സെക്കൻഡ് പൊസിഷനിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല അമിനോ ഗ്രൂപ്പിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് ഇനി പഠിക്കാൻ പോകുന്നത്. So first one is replacement of H in position 2. So position 2ലെ replacement important ആണ്. Substitution at position 3. Position 3ൽ substitution important ആണ്. Substitution at position 1. Position 1ലും important ആണ്. അപ്പോൾ so 1, 3, 2 important ആണ്. So 3 carbon chain പറയുകയാണെങ്കിൽ branches with a larger group, അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലാർജർ ഗ്രൂപ്പ്, branches with a larger group വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്ലേസ്മെന്റ് ഓഫ് ടെർമിനൽ ആൽക്കൈൽ അമിനോ ഗ്രൂപ്പ്, ഈ ടെർമിനൽ ആൽക്കൈൽ അമിനോ ഗ്രൂപ്പിന്റെ റിപ്ലേസ്മെന്റ്, അതായത് അൺസൂട്ടബിൾ ഫീനോതൈസീൻസ് ഹാസ് നോ ആക്ടിവിറ്റി ബട്ട് എനസ് ലിപ്പോഫിലിസിറ്റി ഫോർ ഗുഡ് ബ്രെയിൻ പെനിട്രേഷൻ. അതായത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫീനോതൈസീൻ, അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്ത ഫീനോതൈസീൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ലിപ്പോഫിലിസിറ്റി ഉണ്ടാവും. ലിപ്പോഫിലിക് ആയിരിക്കും ഓട്ടോമാറ്റിക് നമുക്കറിയാം എന്താ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുക അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെയിൻ പെനിട്രേഷൻ നമുക്ക് ഫീസിബിൾ ആവുന്നു എന്നുള്ളത്. അപ്പോൾ അൺസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. സോ ഈ ഫസ്റ്റ് പറഞ്ഞ ഇത്രയും പോയിന്റ്സുകളില്ല, ഇത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവേണ്ടത്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് C2 ആൻഡ് N10 ഈസ് റിക്വയർഡ് ഫോർ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ഓൾറെഡി C2 N10ന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ C2ന്റെ അവിടെയും N10ന്റെ അവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ടിവിറ്റിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ നെക്സ്റ്റ് വൺ പറയുവാണെന്നുണ്ടെങ്കിൽ പൊട്ടൻസി ഇൻക്രീസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ ഓഫ് പൊസിഷൻ ഓഫ് റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഈ റിംഗ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതികൾക്ക് ഒരു ഓർഡർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻസി കൂടും. 1, 4, 3, 2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനിലായിരിക്കും കേട്ടോ. അതായത് 1, 4, 3, 2 എന്ന രീതിയിലാണ് നമ്മൾ റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതെങ്കിൽ പൊട്ടൻസി കൂടും. ഓക്കെ, C2 മസ്റ്റ് ഹാവ് എൻ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്. ദ ആക്ടിവിറ്റി ഓഫ് ദീസ് വേരിയസ് ഗ്രൂപ്പീസസ്. അപ്പം ഇവിടെ C2ൽ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ C2ൽ എന്തായിരിക്കണം, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആകണം ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണ് വേരിയസ് ഗ്രൂപ്പ് ആയിട്ടുള്ളത് SO2, NR2, CF3, COCH3, ക്ലോറിൻ. സോ ക്ലോറിൻ കൊടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ക്ലോറോപ്രൊമാസിൻ ആട്ടോ. സോ ഇങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ, വിത്ഡ്രോയിങ് ഇലക്ട്രോൺ ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ ആക്ടിവിറ്റിയിൽ മാറ്റം വരും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, 2 പറഞ്ഞു. ഈ ഓർഡർ റിങ്ങിന്റെ ഓർഡർ നമ്മൾ വെക്കുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് എന്തായിരിക്കും നമുക്ക് ആക്ടിവിറ്റിയിൽ മാറ്റം വരും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എ ടെർമിനൽ അമിനോ സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഓൾറെഡി ടെർമിനൽ അമിനോ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. അവിടെ അറ്റ് N10 കേട്ടോ, N10ലായിരിക്കണം എന്താവേണ്ടത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരേണ്ടത്. ഇറ്റ് ക്യാൻ ബി പിപ്രാസിൻ, പൈപ്രിഡിൻ ഓർ അലിഫാറ്റിക് ആൻഡ് ദിയർ ഇന്റൻസിറ്റി കുഡ് ബി റാങ്ക് as follows. സോ നോർമലി അവിടെ പിപ്രാസിൻ വരാം, അല്ലെങ്കിൽ പൈപ്രിഡിൻ വരാം,
വരാം, അല്ലെങ്കിൽ അലിഫാറ്റിക് ഗ്രൂപ്പോ ഏത് വേണമെങ്കിലും വരാം. പക്ഷെ അത് വരുന്ന ഓർഡർ ഉണ്ട്. പൈപ്രാസിൻ ഗ്രൂപ്പ് വരണം ആദ്യം, പിന്നെ പിപ്പറിഡിൻ ഗ്രൂപ്പ്, പിന്നെ അലിഫാറ്റിക് ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ആക്ടിവിറ്റി ഇങ്ങോട്ട് പോകുന്നതോറും എന്ത് ചെയ്യുന്നു, കൂടി റാങ്ക് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. സോ രണ്ടും എളുപ്പമാണ്, രണ്ടും പഠിക്കാൻ എളുപ്പമാണ്. മറ്റത് പൊട്ടൻസി പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ് 1 4 3 2 ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ് പൈപ്രാസിൻ, പിപ്പറിഡിൻ ആൻഡ് അലിഫാറ്റിക് ചെയിൻ ആണെങ്കിൽ അതിന്റെ എന്ത് കിട്ടും, ആക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സിമ്പിൾ അല്ലേ, ഭയങ്കര എളുപ്പമാണ്. So, a piperidine ring in the side chain show lower incidence of extrapyramidal side effect, possibly due to increased central anti-muscular activity. So, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ എഴുതുക. ഒരു പൈപ്പറിഡിൻ റിംഗിൽ, അതായത് എ പൈപ്പറിഡിൻ റിംഗ് ഇൻ ദ സൈഡ് ചെയിൻ ഷോ ലോ ഇൻസിഡൻസ് ഓഫ് എക്സ്ട്രാപിരമിഡൽ സൈഡ് എഫക്റ്റ്. അതായത് എന്താ, എക്സ്ട്രാപിരമിഡൽ സൈഡ് എഫക്റ്റ് എന്ത് ചെയ്യുന്നു, ഇൻസിഡൻസ് കുറവാണ് പൈപ്പറിഡിൻ റിംഗ് ഉണ്ടെങ്കിൽ കാണിക്കുക. പോസിബിളി ഡ്യൂ ടു ഇൻക്രീസ് സെൻട്രൽ ആന്റി മസ്കാരനിക് ആക്ടിവിറ്റി. സോ എന്താണ്, കൂടുതലും ആന്റി മസ്കാരനിക് ആക്ടിവിറ്റി ആയിരിക്കും കൂടുതലും കാണിക്കുക. അവിടെ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് എന്ത് ചെയ്യുന്നു, അത് അതിന്റെ ഇൻസിഡൻസ് കുറവായിരിക്കും കാണിക്കുക കേട്ടോ. സോ എസ്റ്ററിഫിക്കേഷൻ ഓഫ് OH കണ്ടെയ്ൻ പിപ്രാസിൻ ഡെറിവേറ്റീവ് എക്സ്റ്റെൻസീവ്ലി ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, ലെസ് ഹൈപ്പോടെൻഷൻ. സോ നമ്മൾ OHന്റെ എസ്റ്ററിഫിക്കേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പൈപ്രാസിൻ ഡെറിവേറ്റീവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടുകയും ലെസ് ഹൈപ്പോടെൻഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ നിങ്ങൾ ആ ഒരു സമ്മറിയും കൂടെ പഠിച്ചു വരുമ്പോൾ ശരിയാവും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ആൽക്കൈൽ സൈഡ് ചെയിൻ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സൈഡ് ചെയിൻ പറഞ്ഞു. ദേ മസ്റ്റ് ബി ലീനിയർ, അതായത് അൺബ്രാഞ്ച്ഡ് ആയിരിക്കണം. ആൽക്കൈൽ ലിങ്കർ ബിറ്റ്വീൻ ദ കോർ റിംഗ് ആൻഡ് ദ ടെർമിനൽ അമിനോ ഗ്രൂപ്പ്. ദോസ് ലെങ്ത് ഈസ് ഒപ്റ്റിമം ആർ 3 മീഥൈൽ യൂണിറ്റ്, ദാറ്റ് ഈസ് CH2. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ അത് അൺബ്രാഞ്ച്ഡ് ആവണം. അത് മാത്രമല്ല എന്തായിരിക്കണം, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 മീഥൈൽ യൂണിറ്റ്സ് CH2 ആണ് എന്നുണ്ടെങ്കിൽ ഒപ്റ്റിമം ആക്ടിവിറ്റി കിട്ടും. സോ ആൽക്കൈൽ സൈഡ് ചെയിൻ പറയുമ്പോൾ CH2 അറ്റാച്ച്മെന്റ് 3 മെഥിലീൻ യൂണിറ്റ്സുകളാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് കിട്ടും, നമുക്ക് ആക്ടിവിറ്റി ഒപ്റ്റിമം ആയിരിക്കുമെന്ന് പറഞ്ഞാൽ മതിയാകും കേട്ടോ. സോ റിഡക്ഷൻ ഓഫ് ദീസ് കാർബൺ നമ്പർ ചേഞ്ചസ് റിസപ്റ്റർ അഫിനിറ്റി. സോ ഇതിൽ കാർബണിന്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, റിസപ്റ്റർ അഫിനിറ്റി കുറയും. ബ്രാഞ്ചിങ് അറ്റ് ദ ബീറ്റ പൊസിഷൻ ഓഫ് ദ സൈഡ് ചെയിൻ വിൽ സ്മോൾ മീഥൈൽ ഗ്രൂപ്പ് ഡിക്രീസ് ഇൻ ആക്ടിവിറ്റി. സോ ബീറ്റ പൊസിഷനിലാണ് സൈഡ് ചെയിൻ വരുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ആക്ടിവിറ്റി കുറയുന്നു. എന്താ ഒന്നും കൂടെ പറഞ്ഞുതരാം, ബീറ്റ പൊസിഷനിലേക്കാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ഇൻ ആക്ടിവിറ്റി. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയിൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലെങ്ത് കൂടുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആൻഡ് കാർബൺ നമ്പറിന്റെ കാര്യം പറഞ്ഞു. ആൻഡ് ബീറ്റ പൊസിഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് ലാർജ് ഗ്രൂപ്പ് ലൂസ് ഇൻ ആക്ടിവിറ്റി. സോ ബീറ്റ പൊസിഷനിൽ ലാർജ് ഗ്രൂപ്പ് വെക്കുവാണെങ്കിൽ ലൂസ് ഇൻ ആക്ടിവിറ്റി ആയിരിക്കും. ബ്രിഡ്ജിങ് ഓഫ് പൊസിഷൻ 3 ഓഫ് ദ സൈഡ് ചെയിൻ ടു ദ പൊസിഷൻ 1 ലൂസ് ഇൻ ആക്ടിവിറ്റി. സോ ബ്രിഡ്ജിങ് നടക്കുവാണ്, തേർഡ് പൊസിഷനിൽ സൈഡ് ചെയിനിൽ വെച്ചിട്ട് ബ്രിഡ്ജിങ് നടക്കുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലോസ് ഇൻ ആക്ടിവിറ്റി. അപ്പോൾ 3 കാര്യങ്ങൾ നോക്കണം. ഫസ്റ്റ് ഡിക്രീസ് ഇൻ ആക്ടിവിറ്റി, ലോസ് ഇൻ ആക്ടിവിറ്റി, പിന്നെ ലോസ് ഇൻ ആക്ടിവിറ്റി. സോ ഡിക്രീസ് ഇൻ ആക്ടിവിറ്റി വരുന്ന എവിടെയാണ്, ബീറ്റ പൊസിഷൻ സൈഡ് ചെയിനിൽ സ്മോൾ മീഥൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, നടക്കുന്നു ഡിക്രീസ് ഇൻ ആക്ടിവിറ്റി. ഇനി ബീറ്റ പൊസിഷനിൽ ലാർജ് ഗ്രൂപ്പ് ആണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിലും സംഭവിക്കുന്നു ഡിക്രീസ് ഇൻ ആക്ടിവിറ്റി. ഇനി ബീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ, അത് ബ്രിഡ്ജിങ് ഓഫ് പൊസിഷൻ ഓഫ് തേർഡ് ഓഫ് ദ സൈഡ് ചെയിൻ്റെ തേർഡ് ഭാഗത്ത് ബ്രിഡ്ജിങ് നടക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ ലോസ് ഇൻ ആക്ടിവിറ്റി. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതിന്ന്, അതായത് 3 മീഥൈൽ യൂണിറ്റ്സുകൾ ഉണ്ടെങ്കിൽ CH2 ഉണ്ടെങ്കിൽ നല്ല ആക്ടിവിറ്റി ഉണ്ട്. ഇവിടെ ബ്രിഡ്ജിങ്ങോ അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പോ അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പോ വരികയാണെങ്കിൽ ആക്ടിവിറ്റിയിൽ മാറ്റമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന ഫീനോതൈസിൻ റിങ്ങിന്റെ കാര്യമാണ്. സോ 5th സൾഫർ, അതായത് ഓക്സിഡേഷൻ ഓഫ് 5 സൾഫർ ആണെങ്കിൽ ആക്ടിവിറ്റി കുറയും. ഇനി ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 1 2 3 4 അസ ഫീനോതൈസിൻ ഉണ്ട്, അത് മോർ പൊട്ടന്റ് ആണ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 1 അസ അനലോഗ് ഓഫ് പ്രൊമാസിൻ ഈസ് മോർ പൊട്ടന്റ് ദാൻ പാരന്റ് കോമ്പൗണ്ട്. സോ പാരന്റ് കോമ്പൗണ്ടിനെ വെച്ച് നോക്കുവാണെങ്കിൽ 1 അസ അനലോഗ് ഓഫ് പ്രൊമാസിൻ ഉണ്ടാവുമല്ലോ, അത് സൾഫർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി കൂടി എന്നർത്ഥം. സോ ഓക്സിഡേഷൻ നടക്കുവാണ് സൾഫറിനെങ്കിൽ ആക്ടിവിറ്റി കുറയുന്നു അർത്ഥം. അത് മനസ്സിലാക്കുക. ഇഫ് നൈട്രോജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ കാർബൺ ദെൻ ദ കോമ്പൗണ്ട് തയോസാന്തിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് വിച്ച് ഈസ് ഓൾസോ ആക്റ്റീവ് ബട്ട് ലെസ് പൊട്ടന്റ് കമ്പയർ ടു ഫീനോതൈസിൻ. ഇതാണ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. നൈട്രോജൻ റിപ്ലേസ് ചെയ്ത് ബൈ കാർബൺ ആയിട്ട് വെക്കുവാണെങ്കിൽ തയോസാന്തിൻ ഈസ് പ്രൊഡ്യൂസ്ഡ്, അവിടെ തയോസാന്തിൻ കിട്ടും, പക്ഷെ എന്താണ്, ആക്ടിവിറ്റി ലെസ് പൊട്ടന്റ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ഫീനോതൈസിൻസ് ആണ്. സോ ഇത് എക്സ്ട്രാ പോയിന്റ് ആണ്, വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, ബാക്കിയുള്ള നോക്കണ്ട. സോ ഫീനോതൈസിൻ എന്ന് വെച്ചാൽ എക്സേർട്ട് ദിയർ ആന്റിസൈക്കോട്ടിക് പൊട്ടൻഷ്യൽ
ഫ്രീക്വൻസി ബൈ ഇൻട്രാക്ടിങ് വിത്ത് ദ റിസപ്റ്റർ അറ്റ് 3 മാർക്ക്ഡ് സൈറ്റ്. സോ ഇവിടെ മേലെ പിക്ചർ നോക്കാം. സൈറ്റ് എക്സ്, സൈറ്റ് വൈ, സൈറ്റ് ഇസഡ് എന്ന് പറഞ്ഞിട്ട് 3 ഇൻട്രാക്ഷൻ പോയിന്റുകൾ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ റിസപ്റ്റർ 3 മാർക്ക്ഡ് സൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ അവിടെയുള്ള അല്ലെങ്കിൽ ആ മാർക്ക് ചെയ്തിരിക്കുന്ന സൈറ്റുകൾക്ക് സിഗ്നിഫിക്കൻറ്റ് റെസ്പോൺസുകൾ ഉണ്ടാവും. ദ ഓർഡർ ഓഫ് സ്പെസിഫിക് സ്ട്രക്ചർ റിക്വയർ അറ്റ് ദി സൈറ്റ് വൈ ഇസഡ് എക്സ്. However, a 3-carbon chain at site Y afford an optimal antipsychotic effect. അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ സൈറ്റ് എക്സ്, സൈറ്റ് വൈ, സൈറ്റ് ആറിൽ എന്തായിരിക്കണം ഇരിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് അറ്റാച്ച്മെന്റ് ആണ് വരേണ്ടതെന്നുള്ളതിൽ സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വൈയിൽ 3 കാർബൺ ആറ്റമാണ് വരുന്നതെങ്കിൽ, ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് പോലെ 3 കാർബൺ ആറ്റമാണ് വരുന്നതെങ്കിൽ ഒപ്റ്റിമം ആൻറ്റിസൈക്കോട്ടിക് ആക്ടിവിറ്റി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഓരോ സൈറ്റിനും അതിൻ്റെതായ സ്പെസിഫിക് ആക്ടിവിറ്റികൾ കാണിക്കും എന്നുള്ളതാണ്. സോ ഇത് സമ്മറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പൊസിഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആയാലും റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയാലും അമിനോ സബ്സ്റ്റിറ്റ്യൂഷൻ ആയാലും പിന്നെ വരുന്ന ബാക്കി ആൽക്കൽ സൈഡ് ചെയിൻ ആയാലും ഫീനോതൈസിൻ റിംഗ് മോഡിഫിക്കേഷൻ ആയാലും റിസപ്റ്റർ ഇൻട്രാക്ഷൻ, അങ്ങനെ 6 ഞാൻ ഈ SARനെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് പഠിച്ചാലും മതിയാവും കേട്ടോ. ഇതിൽ ഞാൻ കറക്റ്റ് എല്ലാ പോയിന്റ്സും കോട്ട് ചെയ്തിട്ടുണ്ട്. സോ പറ്റാത്തവർക്ക്, അവിടെ പഠിക്കാൻ പറ്റാത്തവർക്ക് ധൈര്യമായി ഇത് പഠിക്കാം. ഇത് തന്നെ ആ സ്ട്രക്ചേഴ്സും അതിലുള്ള 2 സ്ട്രക്ചേഴ്സും പഠിക്കുക, പ്ലസ് ഇതും കൂടെ നോക്കുക കേട്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പം ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രൊമാസിൻ ഹൈഡ്രോക്ലോറൈഡ്. നമ്മൾ ഡ്രഗ് നോക്കാൻ പോവാണ്. സ്ട്രക്ചർ കണ്ടാൽ മതി. പാരന്റ് സ്ട്രക്ചർ അതുപോലെ തന്നെയുണ്ട്, അറ്റാച്ച്മെന്റിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. സോ മെഡിസിൻ യൂസ് പ്രൊമാസിൻ ആന്റിസൈക്കോട്ടിക് പ്രോപ്പർട്ടി ഉണ്ട്. ഡോപ്പമിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആൻഡ് ന്യൂറോലെപ്റ്റിക് ആണ് കേട്ടോ. സോ എന്താണ് ഡോപ്പമിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. ഇത് നൗസിയ, വോമിറ്റിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഓൾഡ് മെഡിക്കേഷൻ ഷീസോഫ്രീനിയക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ പഠിക്കേണ്ടത് ആന്റിസൈക്കോട്ടിക് പ്രോപ്പർട്ടി ആണ്. അതെങ്ങനെയാണ്? ഡോപ്പമിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ് കേട്ടോ, ആൻഡ് ന്യൂറോലെപ്റ്റിക് ആണ്. സോ പ്രൊമാസിന്റെ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ സ്ലൈറ്റ്ലി യെല്ലോ ക്രിസ്റ്റലിൻ പൗഡർ ആണ്, വെള്ളത്തിൽ പെട്ടെന്ന് സോലുബിളൈസ് ആകും, ക്ലോറോഫോമിൽ സോലുബിളൈസ് ആവും. പിന്നെ ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്ട് ഫ്രം എയർ, കാരണം വെച്ചാൽ എയറുമായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത്രയാണ് പ്രൊമാസിൻ ഹൈഡ്രോക്ലോറൈഡ് സ്ട്രക്ചർ നോക്കി പഠിക്കുക. പാരന്റ് സ്ട്രക്ചർ ആണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിനും സ്ട്രക്ചറുകൾ നമ്മൾ അറിയാലോ, അത് ഫെമിലിയർ ആക്കി പോയാൽ മതി. ഇപ്പോൾ ക്ലോർ പ്രൊമാസിൻ ഹൈഡ്രോക്ലോറൈഡ് നോക്കിക്കേ, പാരന്റ് സ്ട്രക്ചർ അതുപോലെ തന്നെയുണ്ട്. അറ്റാച്ച്മെന്റിൽ സൈഡ് ചെയിൻ അറ്റാച്ച്മെന്റിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് കണ്ടോ. സോ ക്ലോർപ്രൊമാസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർലെസ് ആണ്, ക്രിസ്റ്റലിൻ പൗഡർ ആണ്, ഫ്രീലി സോൾബിൾ ഇൻ വാട്ടർ, ആൽക്കഹോൾ, ക്ലോറോഫോം, അതുമാത്രമല്ല ഈതറിലും ബെൻസീനിലും ഇൻസോലുബിൾ ആണ് കേട്ടോ. സോ ഡീകമ്പോസ് ടു എയർ, ലൈറ്റ്, ഹെൻസ് ഇറ്റ് ഷുഡ് ബി എയർ ടൈറ്റ് കണ്ടെയ്നർ, പ്രൊട്ടക്ട് ഫ്രം ലൈറ്റ്. സോ ലൈറ്റിലും എയറുമായിട്ട് ബന്ധം വരികയാണെങ്കിൽ ഡീഗ്രഡേഷൻ നടക്കുന്നു, അതുകൊണ്ട് അല്ലെങ്കിൽ ഡീകമ്പോഷൻ നടക്കുന്നു, അതുകൊണ്ട് ഇറ്റ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം എന്താണ് ലൈറ്റ് ആൻഡ് എയർ. സോ എയർ ടൈറ്റ് കണ്ടെയ്നർ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. മെഡിസിൻ യൂസ് എന്ന് വെച്ചാൽ എന്താണ്? സൈക്കോട്ടിക് കണ്ടീഷൻ ഉപയോഗിക്കുന്നു, എക്സൈറ്റ്മെന്റ്, അഗ്രഷൻ, അജിറ്റേഷൻ ഉപയോഗിക്കാറുണ്ട്. ആന്റി എമറ്റിക് ആണ്, ആന്റി പ്യൂററ്റിക് ആണ്, ആന്റി ഹിസ്റ്റമിനിക് ആണ്, സെഡേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു സൈക്കോട്ടിക്കിന് സെഡേറ്റീവ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യില്ല, പക്ഷെ സൈക്കോട്ടിക് ആക്ടിവിറ്റി ഉണ്ട്. സോ ക്ലോർപ്രൊമാസിന്റെ മെക്കാനിസം ആക്ഷൻ നോക്കാം. എക്സാക്ട് മെക്കാനിസം ഈസ് നോട്ട് ആബ്സൊല്യൂട്ട് ഡിറ്റർമൈൻ. ഇപ്പോഴും നമുക്ക് എക്സാക്ട് മെക്കാനിസം അറിയില്ല. ക്ലോർപ്രൊമാസിൻ ഈസ് ത്രൂ ടു ബ്ലോക്ക് ഡോപ്പമിൻ D2 റിസപ്റ്റർ സൈറ്റ് ഇൻ ദ മെസോലിംബിക് മെഡുലറി കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ ഏരിയ ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൽ ഒരു കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കാം. ഓക്കെ, ക്ലോർപ്രൊമാസിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ബ്ലോക്ക് ഡോപ്പമിൻ ആയിട്ട് D2 റിസപ്റ്റർ സൈറ്റ്. സോ D2 റിസപ്റ്ററിൽ പോയിട്ട് ഡോപ്പമിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇനി അത് എവിടെയാണ് ചെയ്യുന്നത്? മെസോലിംബിക് മെഡുലറി കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ ഏരിയ ഓഫ് ദ ബ്രെയിൻ, അല്ലെങ്കിൽ കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ ഏരിയയിലാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഡോപ്പമിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നല്ലെങ്കിൽ D2 സൈറ്റിൽ പോയി ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മതി. ഇറ്റ് കോസ് ഇൻഹിബിറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് എഫക്ട് ബൈ റെഡ്യൂസിംഗ് ദ ഫ്ലോ ഓഫ് ഡോപ്പമിനസ് ദ ഡോപ്പമിനർജിക് അയൺ ചാനൽ ക്ലോസ്ഡ്. സോ ബേസിക്കലി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് സിനാപ്റ്റിക് എഫക്ട് റെഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുകയും ഫർദർലി ഡോപ്പമിൻ അയൺ ചാനൽ ക്ലോസ് ആവുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക, ഒന്നെങ്കിൽ ഡോപ്പമിൻ അയൺ ചാനൽ ക്ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ ഏരിയയിൽ പോയി അവിടെയുള്ള ഡോപ്പമിനെ കയറി ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നു എന്ന് പഠിച്ചാലും അതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതിയാവും കേട്ടോ.
സോ ക്ലോർപ്രൊമാസിൻ ഹൈഡ്രോക്ലോറൈഡിന്റെ സിന്തസിസ് ആണ്. സോ ക്ലോർപ്രൊമാസിൻ സിന്തസിസ് ബൈ ക്രിസ്റ്റലേഷൻ ഓഫ് 3 chloro-diphenylamine. സോ നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 chloro-diphenylamine ആണ് വിത്ത് സൾഫർ. സോ അതിനോട് സൾഫറും വേണം ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് അയോഡിൻ as കാറ്റലിസ്റ്റ്. സോ കാറ്റലിസ്റ്റ് അറിയാലോ, നമുക്ക് റിയാക്ഷന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് അയോഡിൻ. സോ നമുക്കുള്ളത് 3 chloro-diphenylamine ആൻഡ് സൾഫർ ഉണ്ട്, അതിൻ്റെ കൂടെ അയോഡിനും ഉണ്ട്. സോ സ്റ്റെപ്പ് 2 എന്ന് വെച്ചാൽ റിഫ്ലക്സിങ് എ ടോലൂൺ സൊല്യൂഷൻ ഓഫ് 2-chlorophenothioine ആൻഡ് 3-chlorophenyl dimethylene ഇൻ ദ പ്രസൻസ് ഓഫ് സോഡാമൈഡ് ഫോർ സെവറൽ അവർ. സോ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? റിഫ്ലക്സ് ചെയ്യും എന്തുമായിട്ട്? 2-chlorophenothioine 3-chloropropyl മീഥലൈനും കൂടെ എന്ത് ചെയ്യുന്നു? നമ്മളിതിനെ റിഫ്ലക്സ് ചെയ്യുന്നു, ടോലൂൺ സൊല്യൂഷനിൽ റിഫ്ലക്സ് ചെയ്യുന്നു. ദ പ്രസൻസ് ഓഫ് സോഡാമൈഡ് ഫോർ സെവറൽ അവേഴ്സ്. ഇൻ ദ പ്രസൻസ് ഓഫ് സോഡാമൈഡിന്റെ പ്രസൻസിൽ കുറേ മണിക്കൂർ നമ്മൾ ഇതിന് റിഫ്ലക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോളോഡ് ബൈ ഫിൽട്രേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ടൊളുവിൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. നമ്മൾ റെഡ്യൂസ്ഡ് പ്രഷറിൽ എന്ത് ചെയ്യുന്നു? ടൊളുവിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്ത് റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. നമ്മൾ എന്താ പറഞ്ഞത്? 3-chloro-diphenylamine സൾഫറും കൂടെ എന്ത് ചെയ്യുന്നു? സ്മോൾ അയോഡിൻ്റെ പ്രസൻസിൽ നമ്മൾ കാറ്റലൈസ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ടോളുവിൻ സൊല്യൂഷൻ ഓഫ് 2-chlorophenothioine 3-chloropropyl dimethylamineുമായിട്ട് എന്ത് ചെയ്യുന്നു? റിഫ്ലക്സ് ചെയ്യുന്നു. അതിനുശേഷം ഫിൽട്ടർ ചെയ്യുന്നു, ടൊളുവിനെ റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ. സോ അയഡിൻ്റെ പ്രസൻസിൽ ചെയ്യുന്നതും സോ ലാസ്റ്റ് ക്ലോർപ്രൊമാസിൻ ഉണ്ടാകുന്ന സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആണ്. സോ സിമ്പിളാണ്, ഇത് എന്തായാലും പഠിക്കണം, ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരൊറ്റ സ്ട്രക്ചർ മാത്രമേ സ്പെസിഫൈ ചെയ്ത് മെക്കാനിസവും സിന്തസിസും ചോദിക്കാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എന്തായാലും പഠിക്കുക, സ്ട്രക്ചർ പഠിക്കും, ഓട്ടോമാറ്റിക്കലി റിയാക്ഷനും കൂടെ പഠിക്കുക. സോ നെക്സ്റ്റ് ഈസ് ട്രൈഫ്ലൂർപ്രൊമാസിൻ ആണ്. സോ ബേസിക്കലി ഇതൊരു ഹൈഡ്രോക്ലോറൈഡ് സാൾട്ട് ആണ്, ഒക്കേഴ്സ് ആസ് ആൻ ഹൈഡ്രോക്ലോറൈഡ് സാൾട്ട്. സോ വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആണ്, ഫ്രീലി സോൾബിൾ ഇൻ വാട്ടർ, ആൽക്കഹോൾ, ഇൻസോൾബിൾ ഇൻ ഈതർ. മെഡിസിൻ യൂസ് പറയുവാണെങ്കിൽ സൈക്കോട്ടിക് ഡിസോർഡർ തന്നെയാണ്. ഇതിന് ആന്റി എമറ്റിക് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ആന്റി എമറ്റിക് പ്രോപ്പർട്ടി. സ്ട്രക്ചർ നോക്കൂ, പാരന്റ് സ്ട്രക്ചർ അതേപോലെ റെപ്ലിക്കേറ്റ് ആണ്, സൈഡ് ചെയിൻ മാത്രമേ ഉള്ളൂ. അപ്പം ഈ സൈക്കോട്ടിക് പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? പാരന്റ് സ്ട്രക്ചർ പഠിക്കുക. അത് എവിടെ ചോദിച്ചാലും വരച്ച് വയ്ക്കുക. നമുക്ക് പാരന്റ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാർക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നെക്സ്റ്റ് ഇസ് ടയോറോഡസൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. ഡ്രഗിന് സെഡേറ്റീവ് ഉണ്ട്, ഹിപ്നോട്ടിക് ആക്ടിവിറ്റി ഉണ്ട്. സെഡേറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡോസ് കൂടുവാണെങ്കിൽ ഹിപ്നോട്ടിക് ആവും, അത് മറന്നു പോകില്ല കേട്ടോ. സോ മാനേജ്മെന്റ് ഓഫ് സൈക്കോട്ടിക് ഡിസോർഡർ, ഡോപ്പമിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആൻഡ് ന്യൂറോലെപ്റ്റിക് ആണ്. മിനിമം ആന്റി എമറ്റിക് ആക്ടിവിറ്റി ആൻഡ് ദിയർ ബൈ ഗിവൻ റൈസ് ടു മിനിമൽ എക്സ്ട്രാ പിരിമിഡൽ സ്റ്റിമുലേഷൻ. സോ അത് മാത്രമല്ല ആന്റി എമറ്റിക് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. സോ ബേസിക്കലി കീമോ റിസപ്റ്റർ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഡ്രഗുകൾക്കും ഈ ഒരു ആന്റി എമറ്റിക് ആക്ടിവിറ്റി കാണാറുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത് ഇതൊരു ക്രിസ്റ്റലൈൻ പൗഡർ ആണ്, എത്തനോളിൽ സോൾബിൾ ആണ്, ഫ്രീലി സോൾബിൾ ഇൻ വാട്ടർ ആൻഡ് മെത്തനോൾ. സോ ബേസിക്കലി സിമ്പിൾ സ്ട്രക്ചർ ആണ്, അറ്റാച്ച്മെന്റുകൾ മാത്രം നോക്കിയാൽ മതിയാകും. സോ പ്രോക്ലോർമാസിൻ മാലൈറ്റ് ആണ്. സോ പ്രോക്ലോർപ്രമാസിൻ മാലൈറ്റ് ആണ്, വൈറ്റ് ക്രിസ്റ്റലൈൻ ആണ്, സോൾബിൾ ഇൻ വാട്ടർ. സോ ഡോപ്പമിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്, ഫിനോതൈസീൻസ് ലൈക്ക് ആക്ട് ചെയ്യുന്നത് കേട്ടോ. സോ മെഡിക്കൽ യൂസ് പറയുകയാണെങ്കിൽ നൗസിയ ബെക്ലിയോയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, ആന്റിസൈക്കോട്ടിക് ആണ്, 10 to 20 ടൈം മോർ പൊട്ടന്റ് ദാൻ ക്ലോർപ്രമാസിൻ. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം, ഭാവിയിൽ വരാം. ഈ നിലവിലത്തെ പാറ്റേണിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല, പക്ഷേ ക്ലോർപ്രമാസിനേക്കാളും 10 to 20 ടൈം പൊട്ടന്റ് ആണ്. SAR ഒക്കെ വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് എഴുതാൻ പറ്റും. ഓൾസോ യൂസ് ടു ട്രീറ്റ് മൈഗ്രെയിൻ ഹെഡേക്ക്. സോ മൈഗ്രെയിൻ വരുന്ന ആൾക്കാർക്ക് ഹെഡേക്കിന് കൊടുക്കാൻ പറ്റും. പ്രിവെന്റ് വൊമിറ്റിംഗ്, കീമോതെറാപ്പി, റേഡിയേഷൻസിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് സെറ്റിങ്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സർജറിക്ക് നമ്മൾ ഫുഡ് വിഡ്രോ ചെയ്യും. സോ വോമിറ്റിംഗ് കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീയും പോസ്റ്റ് സർജറിക്ക് ശേഷവും വോമിറ്റിംഗ് കാണിക്കാം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രോക്ലോർപ്രമാസിൻ മാലേറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. സ്ട്രക്ചർ ഉണ്ടല്ലോ, ഭയങ്കര സിമ്പിളാണ്. നെക്സ്റ്റ് ഈസ് ട്രൈഫ്ലൂർപ്രസൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. സോ ഇതെന്താണ് പറയുവാണെങ്കിൽ കെമിക്കലി ഫിനോതൈസീൻസ് ആണ്, ഡൈഹൈഡ്രോക്ലോറൈഡ് ആണ്. സോ യൂസ് പറയുകയാണെങ്കിൽ ആന്റിസൈക്കോട്ടിക് ആണ് കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ. സ്ട്രക്ചർ കണ്ടല്ലോ, സിമ്പിളാണ്. സോ ബേസിക്കലി എല്ലാ യൂസും ചോദിക്കുകയാണെങ്കിൽ ആന്റിസൈക്കോട്ടിക് നിങ്ങൾക്ക് എഴുതാം, സെഡേറ്റീവ് എഴുതാം കേട്ടോ. ഇത് രണ്ടും നിങ്ങൾക്ക് കോമൺലി എഴുതാൻ പറ്റുന്നതാണ്. സോ റിംഗ് അനലോഗ് ഓഫ് ഫിനോതൈസീൻസ്, ഫസ്റ്റ് വൺ ഈസ് ക്ലോർപ്രോതെക്സീൻ ആണ്. സ്ട്രക്ചർ നോക്കുക. തയോതിക്സീൻ ഉണ്ട്, സ്ട്രക്ചർ നോക്കുക.
നോക്കുക, ലോക്സാപ്പൈൻ സക്സിനേറ്റ് ആൻഡ് ക്ലോസാപ്പൈൻ ആണ്. സോ ഞാൻ ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ട്രക്ചർ എന്തായാലും നമ്മൾ വരച്ച് പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. സോ ഇതിൻ്റെ യൂസുകൾ പറയുന്നുണ്ട്. അക്യൂട്ട് ക്രോണിക് ഷീസോഫീനിയക്ക് യൂസ് ചെയ്യാം, സൈക്കോട്ടിക് കണ്ടീഷൻ ഉപയോഗിക്കാം, ആങ്സൈറ്റി, അജിറ്റേഷൻ, ടെൻഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ തയോതെക്സിൻ ആണെങ്കിൽ ആൻറ്റി സൈക്കോട്ടിക് ഏജന്റ് ആണ്, മാനേജ്മെന്റ് ഓഫ് ഷീസോഫീനിയ ആൻഡ് സൈക്കോട്ടിക് സ്റ്റേറ്റ്. നെക്സ്റ്റ് ലോസാപ്പൈൻ സക്സിനേറ്റ് ആണ്. ലോക്സാപ്പൈൻ എന്താണ്, ആൻറ്റി സൈക്കോട്ടിക് ഏജന്റ് ആണ്, ഷീസോഫീനിയക്ക് യൂസ് ചെയ്യാം. ആൻഡ് ക്ലോണാസെപ്പിൻ ആണെങ്കിൽ എന്താണ്, ട്രൈസൈക്ലിൻ ഡൈബെൻസോഡൈസെപ്പിൻ ആണ്, എറ്റിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക് ഏജന്റ് ആണ്. സോ ബേസിക്കലി റിംഗ് അനലോഗ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതിയാകും. സ്ട്രക്ചേഴ്സ് എല്ലാം ആദ്യം എടുത്ത് വെച്ച് പഠിക്കുക. യൂസുകൾ എങ്ങനെ ചോദിച്ചാൽ ആൻറ്റി സൈക്കോട്ടിക് ആണ്, ഷീസോഫീനിയ എഴുതാം, അജിറ്റേഷൻ എഴുതാം. സോ ഇതിനൊക്കെ നമുക്ക് എഴുതാം, ധൈര്യം എഴുതാം. 3 പോയിന്റ് ആയിട്ട് താഴെ യൂസും മെക്കാനിസമോ സ്ട്രക്ചറോ ചോദിക്കുവാണെങ്കിൽ, സ്ട്രക്ചർ ചോദിക്കാൻ നിങ്ങൾ എന്തായാലും എന്ത് എഴുതുക, സ്ട്രക്ചറും വരയ്ക്കുക, യൂസും എഴുതുക, അത് ഏത് കാറ്റഗറിയിൽ നിന്ന് എഴുതുക. കാര്യം എഴുതാതെ ഒരിക്കലും ഇരിക്കരുത്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടെയാണ് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ഫ്ലൂറോ ബ്യൂട്ടോഫിനോൺസ് ആണ്. ഹാലോപിരിഡോൺ ആണ് എക്സാമ്പിൾ. മാനേജ്മെന്റ് ഓഫ് സൈക്കോട്ടിക് റിയാക്ഷൻ, ഹോസ്റ്റിലിറ്റി ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി. ഒരുപാട് പേര് ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കാറില്ലേ, അതിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് ഹാലോപിരിഡോൾ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡ്രോൺ പിരിഡോൾ ആണ്. സോ ഡ്രോൺ പിരിഡോളും ഹാലോപിരിഡോളും റെസ്പിരിഡോളും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. സ്ട്രക്ചറിൽ ചെറിയ അറ്റാച്ച്മെന്റുകളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ആ സ്ട്രക്ചറുകളുടെ ആ ഒരു 3ന്റെ കണ്ട 3 സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരുപോലെയാണ് അതിൻ്റെ, അതായത് മറിച്ചും തിരിച്ചും വെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ സ്ട്രക്ചർ വരച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. സോ ഡ്രോ പിരിഡോൾ നമ്മൾ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ഇട്ട് ഉപയോഗിക്കാറുണ്ട്. അനസ്തേഷ്യയിൽ അഡ്ജസ്റ്റൻ അനസ്തേഷ്യ പ്രൊട്ടക്റ്റാണ്, സെഡേഷൻ കൊടുക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട് കേട്ടോ. നൗസിയ, വോമിറ്റിംഗ് നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് റെസ്പിരിഡോൺ ആണ്. സോ സ്ട്രക്ചർ കാണുന്നത് പോലെ തന്നെ ഭയങ്കര എളുപ്പമാണ്. എറ്റിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് ആണ്. സോ ഷീസോഫീനിയ, ടീനേജേഴ്സ്, അഡൾട്ടിൽ ഉണ്ടാവുന്ന ഷീസോഫീനിയയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗാണ് റെസ്പിരിഡോൺ എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡൈഹൈഡ്രോൺ ഇൻഡോൾസ് അല്ലെങ്കിൽ ബീറ്റ അമിനോ കീറ്റോൺസ് ആണ്. മോൾഡോൺ ഹൈഡ്രോക്ലോറൈഡ് ആണ്. സോ മെഡിസിൻ യൂസ് പറയുവാണെങ്കിൽ ഒരു പൊട്ടന്റ് ആൻറ്റി സൈക്കോട്ടിക് ആണ്. ട്രൈഫ്ലൂറോപ്രാസിൻ. സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിനോതൈസിൻസ് കാണുന്ന എല്ലാ സൈഡ് എഫക്റ്റും ഇവിടെയും വരാറുണ്ട്. സോ ബേസിക്കലി ഫിനോതൈസിനിൽ വരുന്ന എല്ലാ എഫക്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ എഴുതാം കേട്ടോ, പ്രശ്നമില്ല. കാര്യം രണ്ടും ഏകദേശം എന്താണ്, ഒരേപോലെ തന്നെ കാണിക്കുന്ന, റിസംബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ സൈഡ് എഫക്റ്റിൽ റിസംബിൾ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ഡ്രഗ് ആണ് മോളിൻഡോൺ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് ഡ്രഗ് ആണ് സൾഫറൈഡ് ആണ്. സോ കെമിക്കലി പറയുവാണെങ്കിൽ ഇത് ഇമ്പോണ്ട് ആണ് കേട്ടോ, ഇമ്പോണ്ട് ആണ്, മറന്നു പോകരുത്, ഇതെന്തായാലും പഠിക്കണം. സോ കെമിക്കലി പറയുവാണെങ്കിൽ N1 ഈഥൈൽ പിരിഡോൾ ഇൻ 2 മീഥൈൽ 2 മെത്തോക്സി 5 സൾഫ മോയിൽ ബെൻസാമൈഡ് ആണ്. ഡോപ്പമിൻ D2 റിസപ്റ്റർ അന്റഗോണിസ്റ്റ് ആണ്. എന്താണ് ഡോപ്പമിൻ D2 റിസപ്റ്റർ അന്റഗോണിസ്റ്റ് ആണ്. നമ്മൾ സ്പെസിഫിക്കലി ആന്റി ഡിപ്രസന്റ് ആക്ടിവിറ്റി, ആന്റി സൈക്കോട്ടിക് ആക്ടിവിറ്റി, ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ബെൻസാമൈഡ്സ്, അതിൽ വരുന്ന സൾഫറൈഡ് കേട്ടോ. സോ ഭയങ്കര സിമ്പിൾ ആണ്. സ്ട്രക്ചറുകളെല്ലാം ബേസിക് പാരന്റ് സ്ട്രക്ചർ പഠിക്കുക. അതിന്റെ കൂടെ എന്ത് ചെയ്യുക, SAR ആ ബ്രീഫ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കാൻ ശ്രമിക്കുക. വലുതായിട്ട് പറ്റിയില്ലെങ്കിൽ, കാര്യം SAR ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് കാണാം. ബൈ.